ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിന് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട്. പ്രകൃതിയിലെ കല്ലിലും മണ്ണിലും കാറ്റിലും വൻമരങ്ങളിലും ഇടിമിന്നലുകളിലും ഭൂകമ്പങ്ങളിലും ദൈവത്തെ കാണാൻ ശ്രമിച്ച മനുഷ്യൻ്റെ ചരിത്രം നമുക്ക് സുപരിചിതമാണ്. പിന്നീട് അങ്ങോട്ട് മനുഷ്യകുലം സംസ്കാരങ്ങളിലേക്ക്, ഭാഷകളിലേക്ക്, ദേശങ്ങളിലേക്ക് വളർന്നപ്പോൾ ദൈവാന്വേഷണവും അതിനോടൊപ്പം വളരുന്നതിനെ നമ്മൾ ചരിത്രത്തിൽ കാണും. ദൈവം തന്നെ വിവിധ കാലങ്ങളിൽ തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തിയതിൻ്റെ പൂർണ്ണതയാണല്ലോ നാം ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്ന സുവിശേഷങ്ങൾ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എപ്രകാരമാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തേണ്ടത്, ദൈവത്തെ തേടേണ്ടത് എന്നതിൻ്റെ രണ്ട് മനോഹരമായ പാഠങ്ങളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും കഥ പറഞ്ഞുകൊണ്ട്, മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനം ഈശോയ്ക്ക് സുപരിചിതമായ ഒരു ഭവനമാണ്. അത് ലാസറിൻ്റെ ഭവനം കൂടിയാണ്. ഈശോ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ രണ്ട് സഹോദരിമാർ, മർത്തയും മറിയവും, അവർ മനുഷ്യൻ്റെ അന്വേഷണത്തിൻ്റെ രണ്ട് കൈവഴികളാണ്, രണ്ട് മാതൃകകളാണ്. ഈശോയെ മർത്ത സ്വീകരിച്ചു, മറിയം വീട്ടിലായിരുന്നു. പക്ഷേ ഭവനത്തിലെത്തിയ ഈശോയെ സൽക്കരിക്കാനായി മർത്ത വ്യഗ്രചിത്തയായി ഓടി നടക്കുമ്പോൾ മറിയം അവൻ്റെ പാദാന്തികത്തിങ്കൽ ശ്രദ്ധയോടെ അവൻ്റെ വചനങ്ങളെ കേട്ടുകൊണ്ടിരുന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മർത്തായുടെ വ്യഗ്രതയെ പരിഭാഷകർ പറയുന്നത് വിഭജിതമായ ഒരു മനസ്സോടെ, വ്യഗ്രമായ ഒരു മനസ്സോടെ, ഒരേ സമയം ഒന്നിലേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരാളുടെ വ്യഗ്രതയോടെ മർത്ത നടന്നപ്പോൾ മറിയം ഏകാഗ്രതയോടെ, സാവധാനതയോടെ കർത്താവിൻ്റെ പാദത്തിങ്കിലിരിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന രണ്ട് നിയോഗങ്ങളാണ് മർത്തായും മറിയവും. ഭൗമികമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റേതായ സൗകര്യങ്ങൾക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, ആഡംബരങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ കഴിയും. അങ്ങനെ ഓടുന്നവരുടെ ഒരു പ്രതിനിധിയാണ് മർത്ത. പക്ഷെ അതേസമയം ഈ ഭൗമികമായ കാര്യങ്ങളെ അതിൻ്റെ ഒരു പരിധിയിൽ നിർത്തിക്കൊണ്ട് ആത്യന്തികമായ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ, അതിനായി സമർപ്പിക്കാനായിട്ട് മറിയത്തിൻ്റെ മാതൃക നമുക്ക് മുൻപിൽ ഈശോ വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വചനഭാഗത്തിൻ്റെ അവസാനം ഈശോ പറയുന്നത്, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും അസ്വസ്ഥയും വ്യഗ്രചിത്തയുമാണ്, എന്നാൽ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് ഒരിക്കലും എടുക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്വന്തമാക്കിയവരിൽ നിന്ന് ദൈവത്തെ പിന്നീട് ആർക്കും എടുത്തു മാറ്റാനാവില്ല എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈശോയെ കണ്ടുമുട്ടിയ അനേകം വ്യക്തികൾ അവരുടെ ജീവൻ പോലും അപകടത്തിലായ സാഹചര്യങ്ങളിൽ പോലും സ്വന്തം ജീവനെ വിട്ടുകൊടുത്തുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നതിനെ നാം ചരിത്രത്തിൽ കാണും. അവരെയാണല്ലോ നാം രക്തസാക്ഷികളെന്ന് വിളിക്കുന്നതും അവരുടെ വീരോചിതമായ സ്മരണകളെ അനുസ്മരിക്കുന്നതും അവരുടെ തിരുനാളുകൾ നമ്മൾ ആഘോഷിക്കുന്നതും. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇപ്രകാരം ക്രിസ്തുവിനെ സ്വന്തമാക്കിയ പത്രോസിൻ്റെ ഒരു പ്രഖ്യാപനം നമ്മെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്, നമ്മളെ ധ്യാനത്തിലേക്ക് നയിക്കുന്നുണ്ട്. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ എന്ന ഈശോയുടെ ചോദ്യത്തിന് പത്രോസ് കൊടുക്കുന്ന മറുപടി എത്ര ഹൃദയഹാരിയായ മറുപടിയാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവത്തെ സ്വന്തമാക്കിയവന് പിന്നീട് പോകാൻ ഇടങ്ങളൊന്നും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മൾക്ക് കാണാം, പത്രോസിൻ്റെ ജീവിതത്തിൽ പിന്നീടും ആ സ്ഥലങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പഴയ തൊഴിൽ, മീൻപിടുത്തം, ഞങ്ങളും നിന്നോടൊപ്പം വരുന്നുവെന്ന് പറയുന്ന കൂട്ടുകാരുടെ സാന്നിധ്യം, താൻ വിട്ടെറിഞ്ഞു പോകുന്ന ബന്ധങ്ങളുടെ നിലനിൽപ്പ്. പക്ഷേ അതെല്ലാം ഒരു പശ്ചാത്തലമെന്നോണം നിൽക്കുമ്പോഴും പത്രോസ് പറയുന്നത് പത്രോസിൻ്റെ ആത്മാവിൻ്റെ ഒരു നെടുവീർപ്പാണ്, കർത്താവെ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസപ്പോസ്തലൻ ഇതിനെ എടുത്തു പറയുന്നുണ്ട്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ വേർപെടുത്തും? പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അപ്പോൾ ദൈവത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മളെ തന്നെ പരിപൂർണമായിട്ടും സമർപ്പിക്കുന്നവരാവുക.
നമ്മുടെ ഭൗതികമായ ലൗകികമായ എല്ലാ വ്യഗ്രതകളെയും ദൈവാന്വേഷണത്തിനായിട്ട് സമർപ്പിക്കുക. അതാണ് ദൈവത്തെ സ്വന്തമാക്കുന്നതിനുള്ള ആദ്യ പടി. അതിലൂടെയാണ് നമുക്ക് ദൈവത്തെ സ്വന്തമാക്കാനും ദൈവത്തിൻ്റെ സ്വന്തമാകാനും സാധിക്കുന്നത്. മർത്തായിക്ക് സംഭവിച്ച ഒരു കൊച്ചു വീഴ്ച കർത്താവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി, അവനെ പരിചരിക്കുന്നതിന് വേണ്ടി ലൗകികമായ കാര്യങ്ങളിലൂടെ ഓടി നടന്നപ്പോൾ ജീവൻ്റെ ആത്മാവും ജീവനുമായ അവൻ്റെ വചനങ്ങളെ സ്വന്തമാക്കാൻ, അതിനെ കേട്ട് ഗ്രഹിക്കാൻ, ധ്യാനിക്കാനുള്ള സുവർണാവസരം മർത്തായിക്ക് നഷ്ടപ്പെട്ടു പോയി. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് അവൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങൾ കേട്ടുകൊണ്ട് അവനെ മനസ്സിലാക്കാൻ, അവനെ അനുഭവിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ധാരാളമുണ്ട്. വചനം ശ്രവിച്ചുകൊണ്ടും വചനം ധ്യാനിച്ചുകൊണ്ടും വചനത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുമാണ് നമ്മൾ അവൻ്റെ പാദത്തെങ്കിൽ ഇന്ന് ഇരിക്കേണ്ടത്. പ്രിയമുള്ളവരെ, കൈത്താക്കാലത്തിലെ ഈ 3-ാം ഞായറിലൂടെ കടന്നു പോകുമ്പോൾ നാം ഇന്ന് വായിച്ചു കേട്ട ഒന്നാമത്തെ വായനയിൽ റൂത്തിൻ്റെ പുസ്തകത്തിൽ നവോമി എന്ന അമ്മായിയമ്മയോട് റൂത്ത് പറയുന്ന ആ വാക്ക്, അമ്മ എവിടെ പോയാലും ഞാൻ അമ്മയെ അനുഗമിക്കും, അമ്മയുടെ ദൈവം എൻ്റെ ദൈവമായിരിക്കും, അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരായിരിക്കും, അമ്മയെ സംസ്കരിക്കുന്നിടത്ത് എന്നെയും സംസ്കരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ആരെല്ലാം അമ്മയെ വിട്ടുപോയാലും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും. നവോമിയോട് റൂത്ത് പറയുന്ന വാക്കുകൾ കർത്താവിനോട് നമുക്ക് ഏറ്റു പറയാനാവണം. കർത്താവെ, നീ എവിടെയായിരുന്നാലും ഞങ്ങൾ നിന്നെ അനുഗമിക്കും. ഞങ്ങൾ വിലപ്പെട്ടതായിട്ട് കരുതുന്നതെല്ലാം നീയുമായി ബന്ധപ്പെട്ടവയായിരിക്കും. അങ്ങനെ പരിപൂർണമായും നിന്നിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ മറിയത്തെ പോലെ എന്നും നീയാവുന്ന നല്ല ഭാഗത്തെ തിരഞ്ഞെടുത്ത് നിന്നോട് ചേർന്നിരിക്കാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.